എറണാകുളം പെരുമ്പളത്തെ ക്യാൻസർ ബാധിത കുടുംബത്തിന് കൈത്താങ്ങാവുകയാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. കേരള ബാങ്ക് ജപ്തി ചെയ്ത വീടിന്റെ ആധാരം സുരേഷ് ഗോപി പണം നൽകി തിരിച്ചെടുത്തു കൊടുത്തു. ക്യാൻസർ രോഗം ബാധിച്ച 9 വയസ്സുകാരിയുടെ ചികിത്സ ഉറപ്പാക്കുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. ചികിത്സയുടെ കാര്യത്തിന് ഡോക്ടേഴ്സിനെ എല്ലാം വിളിച്ച് ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഓവർ ഹെഡ്സ് എന്താണെന്നൊക്കെ നോക്കണം. നമുക്ക് ഒരുപാട് പബ്ലിക് പാർട്ടിസിപ്പൻസ് ഒരുപാട് വരുന്നുണ്ട്. അവരെല്ലാം ഒന്ന് ക്രോഡീകരിച്ച് ഒത്തുചേർത്ത് കൊണ്ടുവന്ന് കുഞ്ഞിൻ്റെ അതുവഴി അതിൻ്റെ കുടുംബത്തിൻ്റെയും ജീവിതം കുറച്ചുകൂടി നല്ല രീതിയിൽ ആക്കാൻ പറ്റും. വീട് തിരിച്ച് കിട്ടിയില്ല എന്നുള്ളൊരു സന്തോഷം ഞങ്ങൾക്ക് കിട്ടിയതൊക്കെ തന്നിട്ടുണ്ട്. അതിന് ഞങ്ങൾക്ക് ഇത്രയും പറയാനുള്ള സുരേഷ് ഗോപി സാറിന് ഒരുപാട് കോടി പ്രണാമം. സന്തോഷമുണ്ട് ആ പുണ്യാത്മാവ് അങ്ങനെ ചെയ്തതിൽ. എന്താണ് പറയേണ്ടതെന്ന് തന്നെ എനിക്ക് അറിയുന്നില്ല. അത്രയ്ക്ക് വലിയ കാര്യങ്ങളാണ് ചെയ്തേക്കണം. ഞാൻ സ്വന്തമായിട്ട് ആരും ഞങ്ങളെ ഇറക്കി വിടാണ്ട് ഞങ്ങൾക്ക് കയറി കിടക്കാൻ ഉള്ള ഒരു വഴിയൊരുക്കി തന്ന ആ മഹാത്മനോട് എന്ത് പറഞ്ഞാലും ഇത് തീരെയല്ല. സൈഫുനിസ അലിയാർ നൽകും വിവരങ്ങൾ. സൈഫുനിസ, ഈ ഓണക്കാലത്തെ ഒരു സന്തോഷ കാഴ്ച, നമ്മൾ ഒരുപാട് ദുരിതവും അങ്ങനെയുള്ള പല കാഴ്ചകളും കണ്ട ഒരു വാർത്താ ദിവസം കൂടിയാണ് ഇന്നത്തെ പ്രഭാതത്തിൽ സൈഫുനിസയും കണ്ട ഒരു നല്ല കാഴ്ചയായി മാറുകയല്ലേ ഇത്? തീർച്ചയായും സുജയ പാർവതി, ഇന്നലെ തിരുവോണ ദിവസമായിരുന്നു. തിരുവോണ ദിവസം തന്നെ ഇവരെ ആ വീട്ടിലേക്ക് പ്രവേശിപ്പിച്ചു. പക്ഷേ ഇന്നാണ് കേന്ദ്രമന്ത്രി കൊച്ചിയിലെത്തിയത്. അതുകൊണ്ട് കുടുംബത്തുമായിട്ടുള്ളൊരു കൂടിക്കാഴ്ച ഇന്നാണ് വെച്ചിരുന്നത്. അങ്ങനെയാണ് രാജപ്പനും കുടുംബവും. ഈ രാജപ്പൻ ഒരു മത്സ്യത്തൊഴിലാളിയാണ്. ഇദ്ദേഹത്തിൻ്റെ ഭാര്യ മിനി ബ്രസ്റ്റ് ക്യാൻസർ വന്ന് ഇപ്പോൾ സുഖം പ്രാപിച്ചു വരികയാണ്. മകൾ ക്യാൻസർ വന്ന് മരിച്ചു പോയതാണ്. മകളുടെ 2 പെൺമക്കളാണ് ഇദ്ദേഹത്തിൻ്റെ ഒപ്പമുള്ളത്. ഈ 2 പെൺമക്കളെയും നോക്കുന്നതും വിദ്യാഭ്യാസം നോക്കുന്നതെല്ലാം തന്നെ ഇദ്ദേഹമാണ്. ഏറ്റവും ഇളയ മകൾ 9 വയസ്സുള്ള ആരഭിക്ക് ബോൺ മാരോ ക്യാൻസറാണ്. അതിന് ചികിത്സാർത്ഥമാണ് ഇത്രയും വലിയൊരു തുക 2 ലക്ഷത്തോളം രൂപ ഈ ബാങ്കിൽ നിന്ന് എടുക്കുകയും പിന്നീട് തിരിച്ചടയ്ക്കാൻ കഴിയാതെ 3 ലക്ഷത്തിനടുത്ത് എത്തുകയും ചെയ്തു. പിന്നീട് ഈ സുമനസ്സുകളുടെ ഒരു സഹായങ്ങളും ഒപ്പം അവർ ഈ കാര്യം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അറിയിക്കുകയും ചെയ്തു. അദ്ദേഹമാണ് ഇവർക്ക് ബാങ്കിൽ നിന്ന് ഈ ആധാരം തിരിച്ചെടുത്ത് നൽകിയത്. പൂർണ്ണമായും 2 ലക്ഷത്തോളം രൂപ നൽകി ഈ ബാങ്കിൽ നിന്ന് ആധാരം തിരിച്ചെടുത്ത് ഈ കുടുംബത്തിന് നൽകുകയായിരുന്നു. ഒപ്പം തന്നെ ഈ കുട്ടിയുടെ ഈ ആരഭി എന്ന 9 വയസ്സുകാരിയായ കുട്ടിയുടെ ചികിത്സയ്ക്ക് 65 ലക്ഷം രൂപയോളം ചികിത്സാ ചെലവ് വരും. അമൃത ആശുപത്രിയുമായി സഹകരിച്ച് ഒരുപാട് സുമനസ്സുകൾ സഹായം വാഗ്ദാനം ചെയ്ത് വന്നിട്ടുണ്ട് എന്ന് കേന്ദ്രമന്ത്രി പറയുന്നുണ്ട്. അവരുടെ എല്ലാം തന്നെ സഹായം സ്വീകരിച്ചുകൊണ്ട് ഈ കുഞ്ഞിൻ്റെ ചികിത്സ ഉറപ്പാക്കുമെന്നും കേന്ദ്രമന്ത്രി പറയുന്നുണ്ട്. ഒപ്പം തന്നെ ലോക്കോ പൈലറ്റ് അസോസിയേഷൻ്റെ സംഘടന ഈ ആദ്യത്തെ കുട്ടിയായ ആരാധ്യയുടെ പഠന സഹായം, ആ കുട്ടിക്ക് IAS കാരിയാകണം എന്നാണ് ആഗ്രഹം, ആ കുട്ടിക്ക് പഠന സഹായം നൽകാമെന്നും അറിയിച്ചു വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു സന്തോഷകരമായ വാർത്തയാണ് ഈ ഓണനാളുകളിൽ നമുക്ക് മുന്നിൽ കാണാനായത് സുജയ.